4. കേരളത്തിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്കായി ഗൾഫിൽ പോയി തിരികെ വരാൻ കഴിയാത്ത 2ാം വർഷ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒറിജിനൽ ഹാൾ ടിക്കറ്റ്, വിസ, പാസ്പോർട്ട് എന്നിവയുടെ പ്രിൻസിപ്പാൾ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഗൾഫിൽ നിന്ന കാലയളവിലെ ഏതൊക്കെ പരീക്ഷയാണ് എഴുതാതിരുന്നത് എന്ന പ്രിൻസിപ്പാളിന്റെ വ്യക്തമായ സാക്ഷ്യപത്രവും ഹാജരാക്കുന്നവർക്ക് ഗൾഫ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന രീതിയിൽ മാർക്ക് നൽകി ഫലം തയ്യാറാക്കാമെന്നും തീരുമാനിച്ചു. നിലവിൽ 592 വിദ്യാർത്ഥികളാണ് ഗൾഫ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഈ വർഷത്തെ പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. അവരുടെ 1ാം വർഷ റിസൾട്ട് പരിശോധിച്ചതിൽ 470 വിദ്യാർത്ഥികൾ 1ാം വർഷ വിഷയങ്ങളുടെ മാർക്ക് 2ാം വർഷ വിഷയങ്ങൾക്ക് നൽകുമ്പോൾ ജയിക്കുന്നതായി കാണുകയാണ്. 122 വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങൾക്ക് ജയിക്കുവാൻ ആവശ്യമായ മിനിമം മാർക്ക് ലഭ്യമായിട്ടില്ല. ഈ വിഷയം വിശദമായി പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ്. മാർച്ച് മാസം നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ മാസം 16 ആരംഭിച്ച് മെയ് 25 ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതും 2-3 ദിവസത്തെ വ്യത്യാസം വരും. എത്ര ദിവസം വ്യത്യാസം? മെയ് 20 ഒന്ന് പറഞ്ഞേ. കഴിഞ്ഞ വർഷം മെയ് 22 റിസൾട്ട് കൊടുത്തത്. ഈ വർഷം മെയ് 25 കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം വാല്യുവേഷൻ ഏപ്രിൽ 6 തുടങ്ങി. ഈ വർഷം ഏപ്രിൽ 16 തുടങ്ങുന്നത്. 10 ദിവസം ലേറ്റ് ആയിട്ടാണ് ഇലക്ഷൻ കാരണം. 63 സിംഗിൾ വാല്യുവേഷൻ ക്യാമ്പുകളും 26 ഡബിൾ വാല്യുവേഷൻ ക്യാമ്പുകളും ഉൾപ്പെടെ ആകെ ക്യാമ്പുകൾ 89 മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. 1ാം വർഷം 26,20,932 പേപ്പറുകളും ഇംപ്രൂവ്മെന്റ് പേപ്പർ 7,50,427 2ാം വർഷം 26,69,493 പേപ്പറുകളും 1ാം ഇംപ്രൂവ്മെന്റ് 6,25,000 പേപ്പറുകളുമാണ് ആകെ ഉള്ളത്. ആകെ 66,60,55,852 പേപ്പറുകളാണ് മൂല്യനിർണ്ണയം നടത്തേണ്ടത്. ഇതിന്റെ നോട്ട് തരാം. മൂല്യനിർണ്ണയ ക്യാമ്പ് ഉദ്യോഗസ്ഥന്മാരടക്കം 24,167 അധ്യാപകരും ജീവനക്കാരും മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഈ വർഷം നടപ്പിലാക്കിയ നിരന്തര മൂല്യനിർണ്ണയം, സബ്ജക്ട് മിനിമം നിരന്തര മൂല്യനിർണ്ണയം പരാതി പരിഹാര സെല്ലുകൾ കാര്യക്ഷമമാക്കും. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ് നിരന്തര മൂല്യനിർണ്ണയ പ്രക്രിയ. ഇത് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 50% വരെയായി ഉയർത്തി നടപ്പിലാക്കിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇത് 20%. പലപ്പോഴും അധ്യാപകരെങ്കിലും ഇതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാതെയാണ് മാർക്കുകൾ നൽകുന്നതെന്ന് ഈ മേഖലയിൽ ഉയർന്നു വന്ന പരാതികൾ സൂചിപ്പിക്കുകയാണ്. സ്കൂൾ തലത്തിൽ നിരന്തര മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ സുതാര്യവും സമഗ്രവുമായി നടപ്പിലാക്കുന്നതിന് വിലയിരുത്തൽ സ്കോറുകൾ സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച പരാതികൾ സ്കൂൾ തല മോണിറ്ററിംഗ് സമിതി പരിശോധിക്കേണ്ടതാണ്. സ്കൂൾ തലത്തിൽ പ്രിൻസിപ്പൽ, SRG കൺവീനർമാർ, സബ്ജക്ട് കൌൺസിൽ കൺവീനർമാർ എന്നിവരുടെ നേതൃത്വത്തിലും ജില്ലാതലത്തിൽ DDE, DEO, ഡയറ്റ് പ്രിൻസിപ്പൽ, SCRT ഫാക്കൽറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലും സംസ്ഥാന തലത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, SCRT ഡയറക്ടർ, അസസ്മെന്റ് കോർഡിനേറ്റർ എന്നിവരുടെ നേതൃത്വത്തിലും സമിതികൾ രൂപീകരിക്കണം. കുട്ടികൾക്കുണ്ടാകുന്ന പരാതികൾ അതാ സമിതിയിൽ പരിഗണിച്ച് പരിഹാരം നിർദ്ദേശിക്കണം. പഠന പിന്തുണ പരിപാടി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായുള്ള പഠന പിന്തുണ പരിപാടി ആണല്ലോ ഈ വർഷം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. എഴുത്ത് പരീക്ഷയിൽ 30% മാർക്ക് നേടാത്ത കുട്ടികൾക്കായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ ആരംഭിച്ച പരിപാടിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. ഈ വർഷം 5ാം ക്ലാസ് മുതലാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ മാർഗരേഖ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. 2026 ഏപ്രിൽ 20 മുതൽ 27 വരെയാണ് പഠന പിന്തുണ പരിപാടികൾ സംഘടിപ്പിക്കുക. ഇതിനുശേഷം പ്രത്യേക പരീക്ഷകൾ സ്കൂൾ തലത്തിൽ നടത്തി പ്രൊമോഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. മിനിമം 30% മാർക്ക് കിട്ടാത്ത കുട്ടികൾക്ക്, കുറച്ച് കുട്ടികളുണ്ടാവുള്ളൂ, വളരെ കുറച്ച് കുട്ടികളെ കിട്ടിയെടുത്തോളം, അവർക്ക് 2 ആഴ്ചക്കാലം നിൽക്കുന്ന ഒരു അഡീഷണൽ ക്ലാസ് നടത്തുകയും അതിനുശേഷം ഒരു പരീക്ഷ നടത്തി അവർക്ക് അടുത്ത നടപടി സ്വീകരിക്കുക എന്നതാണ്. 2025-26 അധ്യയന വർഷം വാർഷിക പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വിഷയത്തിലും പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി പഠന പിന്തുണ പരിപാടി 2026 ഏപ്രിൽ 20 മുതൽ 27 വരെ നടത്തും. തുടർന്ന് പുനർമൂല്യനിർണ്ണയം നടത്തി കുട്ടികളുടെ ക്ലാസ് കയറ്റം നൽകും.
SSLC +2 മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ പ്രൊമോഷൻ ലിസ്റ്റ് മെയ് 2 പ്രസിദ്ധീകരിക്കുന്നതാണ്. കുട്ടികളുടെ അഡ്മിഷൻ മെയ് 2 മുതൽ ആരംഭിക്കുന്നതാണ്. സ്കൂൾ പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ നടത്താൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 8ാം ക്ലാസ് വരെ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും നിർദ്ദേശാനുസരണം 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് യാതൊരുവിധ നിർബന്ധിത ഫീസോ മറ്റ് പിരിവുകളോ നടത്തരുതെന്ന് ഇതിനകം തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിഷ്കർഷിക്കാത്തതോ മുൻകൂർ അനുമതി വാങ്ങാത്തതോ ആയ യാതൊരു ഫീസോ പണപ്പിരിവോ നടത്തരുതെന്ന് എല്ലാ പ്രധാന അധ്യാപകരോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. PTA ഫണ്ട് ശേഖരിക്കുന്നത് 2027 ജൂൺ 25 സർക്കാർ ഉത്തരവ് പ്രകാരം പരമാവധി പിരിക്കാവുന്ന തുകയിൽ അധികരിക്കാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ വരവ് ചെലവ് കണക്കുകൾ അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ പരിശോധിച്ച് അംഗീകാരം നൽകേണ്ടതുമാണെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം എന്നിവ പൂർണ്ണമായും സൗജന്യമാണ്.